ഇന്ന് മനസ്സിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സ് എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്. ഇത് നമുക്ക് കാണാനോ എങ്ങനെയെങ്കിലും മനസ്സിലാക്കാനോ കഴിയില്ല. ഇത് ശരീരത്തിനകത്തും പുറത്തുമുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വലിയൊരു പരിധിവരെ നിയന്ത്രിക്കുന്നത് മനസ്സിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളനുസരിച്ചാണ്. എന്താണ് മനസ്സ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അറിവാണ്, ബുദ്ധിയാണ്, ചിന്തകളാണ്, വികാരങ്ങളാണ്, സഹിഷ്ണുതയാണ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സംവിധാനമാണ് മനസ്സ്. ഇത് പലരും അതായത് നമ്മൾ ഈ കുട്ടിക്കാലം തൊട്ട് വളർന്നു വന്ന സാഹചര്യങ്ങൾ, അത് അവിടെ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇത് ഈ മനസ്സിൻ്റെ രൂപപ്പെടുത്തലിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ നല്ല ഉന്നത വിജയം നേടിയ കുട്ടികൾ വളരെ ബുദ്ധിമാന്മാരെന്ന് പറയും. പരാജയപ്പെട്ട കുട്ടികളെ കുറിച്ച് തിരിച്ചും പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് ഓരോരുത്തരുടെയും ഈ മനസ്സ്, അതിൻ്റെ ചിത്രം, അതിൻ്റെ ഘടന രൂപപ്പെടുന്നത് ഈ കുട്ടിക്കാലം തൊട്ട് അവരുടെ വീട്ടുകാർ, അവരുടെ സുഹൃത്തുക്കൾ, സമൂഹം, ഇവരിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇവരുടെ പ്രതികരണങ്ങൾ, ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു രൂപീകരണമാണ് മനസ്സ്. അപ്പോൾ ഈ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഈ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്നുണ്ടായ സ്വാധീനമാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഈ മാനസികാവസ്ഥ ശാരീരികാരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ശരീരത്തിന് നമ്മൾ ഒരുപാട് രോഗങ്ങളുണ്ടാകുന്ന കാര്യം നമുക്കറിയാം. ജലദോഷം, ക്യാൻസർ വരെ ഒരുപാട് രോഗങ്ങൾ, അതിനൊക്കെ നമ്മൾ ചികിത്സ തേടാറുണ്ട്. ഇതേ കാര്യം മനസ്സിൽ സംഭവിക്കുന്നുണ്ട്. മനസ്സിലും ഇതുപോലെ ചെറുത് മുതൽ ഒരുപാട് വലിയ രോഗങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ സാധാരണ പരിഗണിക്കുന്നില്ല. എൻ്റെ മനസ്സ് നല്ല ആരോഗ്യമുള്ളതാണ്, എനിക്ക് മാനസിക രോഗങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആരും മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ 100% പൂർണ്ണത ഉള്ളവരല്ല. നമ്മൾ ഈ നമ്മുടെ കൂടെ കഴിയുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള കുറേ പേരെ നിരീക്ഷിച്ചാൽ അവരിലൊക്കെ ഇതുപോലെ ഈ ചെറിയ വൈകല്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ ഒരുപാട് പേര് കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മളത് പരിഗണിക്കാറില്ലെങ്കിൽ പോലും വീടും ഗേറ്റും പൂട്ടി അവർക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലൊക്കെ പോകും. ബസ് കയറി കുറേ നേരം കഴിയുമ്പോഴാണ് അവർക്ക് അവിടെ ആകെ അസ്വസ്ഥ വരാം. കാരണം വീട് പൂട്ടിയിട്ടുണ്ടോ, ഗേറ്റ് പൂട്ടിയിട്ടുണ്ടോ സംശയമായി. ഉടനെ അടുത്ത ബസ്സിൽ അവർ തിരിച്ചു കയറി ഇത് വീണ്ടും പരിശോധിച്ച് പോകുന്നവരുണ്ട്. അതുപോലെ ഈ ഒരുപാട് പേരുണ്ട് ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം, അതിൽ മുഴുകിയിരിക്കും. വേറെ കുറേ പേരുണ്ട് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, അവരെ പറ്റിച്ചാലും വേണ്ടില്ല കുറേ കാശുണ്ടാക്കണം, അങ്ങനെ കുറേ പേരുണ്ട്. ഈ സമൂഹത്തിൽ ഈ പലപ്പോഴും ഈ ആരോഗ്യമെന്ന വാക്കിൻ്റെ ഒരു സങ്കല്പം പറയുന്നത് ശാരീരികമായും മാനസികമായും സ്വസ്ഥതയും സാമൂഹ്യമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവും കൂടെ ചേരുന്ന അവസ്ഥയാണ് ആരോഗ്യമെന്നതാണ്. നമ്മൾ ഈ പൂർണ്ണത ഇല്ലാത്തത് കൊണ്ടാണ് സാമൂഹ്യമായി പൊരുത്തപ്പെട്ടു പോകാൻ പലർക്കും കഴിയാതെ വരുന്നത്. അത് മാനസികമായൊരു പ്രശ്നമാണ്. നമ്മൾ മാനസിക രോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ചിത്രം 2 ചെവിയിലും ചെമ്പരത്തി വെച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങളായി കുളിക്കാത്ത ഒരു മനുഷ്യൻ അട്ടഹസിച്ചോടി നടക്കുന്നതാണ്. ഇത് മാത്രമല്ല മാനസിക രോഗം, ഒരുപാട് മാനസിക രോഗികളുണ്ട്. സംശയം ഒരു മാനസിക രോഗമാണ്. മുൻശുദ്ധി, ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. അത് കേട്ട് തുടങ്ങുമ്പോൾ എടുത്ത് ചാടി പറയും, നിങ്ങൾ പറയുന്നത് ശരിയല്ല. നമ്മൾ ഒരിക്കലും ഒരാളോട് പറയാൻ പാടില്ല. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ശരിയാണ്, നമുക്കത് ശരിയല്ലെന്ന് തോന്നുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിൻ്റെ കുറവാണ്. ഇപ്പോൾ വൈദ്യശാസ്ത്രം എത്തി നിൽക്കുന്നത് ഈ മുൻകാലങ്ങളിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ഈ രോഗാണുക്കൾ, രോഗികളും മരുന്നുകൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നേരെ തിരിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. മാനസിക സംഘർഷം രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാര്യം. ആയുർവേദ കോളേജിലെ അടിസ്ഥാന ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയത്തിൽ ഈ മാനസിക രോഗം വരാതിരിക്കാനുള്ള ഒരു ഉപദേശം വരുന്നത് ധൈര്യാത്മാദി വിജ്ഞാനം മനോദോഷ ഔഷധം പരമാവധി. ധൈര്യം, അവനവനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവുകൾക്ക് പരിമിതികളുണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഞാൻ എല്ലാം തികഞ്ഞവരാണ്,
എല്ലാ അറിവുള്ളവരാണ് എന്ന് ഭാവിക്കുന്നതോടൊപ്പം ഈ പരിമിതികളെക്കുറിച്ച് അറിയുന്നതും വലിയൊരു കാര്യമാണ്. കാരണം ഈ ജീവിത വിജയം നേടുന്നവരിൽ പലരും ഈ അറിവുകളും തെറ്റും ശരിയും എന്താണെന്ന് ശരിയായ രീതിയിൽ അറിവുള്ളവരും ആണെന്നാണ്. വേറൊരു കാര്യം പറയുന്നത്, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയാലുക്കളാകാതിരിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് അത്ര ജീവിത വിജയം നേടുന്നത് കൂടുതൽ. കാരണം അവരുടെ മനസ്സിൽ സ്വസ്ഥത ഉണ്ടാകും. ഏറ്റവും പുതിയ അറിവുകളിൽ പറയുന്നത് ഈ മാനസിക സംഘർഷമാണ് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളതാണ്. അത് രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത് മാത്രമല്ല, ഈ രോഗികളാകുന്നവരിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ കേൾക്കല്ലേ, അവരുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. മാനസിക സംഘർഷം, വിഷാദം, ഉത്കണ്ഠ ഇത്തരം അവസ്ഥകൾ കൂടുമ്പോൾ ചില നെഗറ്റീവ് ഹോർമോണുകൾ ശരീരത്തിൽ ഉണ്ടാകുകയും ഈ മരുന്നുകളുടെ പ്രവർത്തനം ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരിൽ ഇപ്പോൾ നമ്മൾ മാനസികാവസ്ഥ കാര്യങ്ങളാണ്. ഇപ്പോൾ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ നല്ല ആരോഗ്യമുള്ളതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം നമുക്ക് കേൾക്കുന്ന വാർത്തകൾ അത്ര നല്ല കാര്യങ്ങളല്ല. കാരണം എല്ലായിടത്തും ലഹരിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈയിടെ ദിവസങ്ങളിൽ കുറച്ച് കൂടുതലായി കാണുന്നത്. നല്ല മാനസികാരോഗ്യമുള്ളവർ ഒരിക്കലും അത്തരം പരിപാടികൾക്ക് പോകാൻ സാധ്യതയില്ല. അപ്പം നമ്മളിവിടെ ഏറ്റവും കൂടുതലായി ചെയ്യേണ്ടത് ഈ ശാരീരിക ആരോഗ്യം മാത്രമല്ല, അതിനേക്കാൾ പ്രധാനമായി നമ്മളിപ്പോൾ പരിഗണിക്കേണ്ടത് മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണ്. അതിന് ആശുപത്രികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ചർച്ചകൾ ഉണ്ടാകണം, കൂട്ടായ്മകൾ ഉണ്ടാകണം, ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടാകണം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്രയും വേഗം ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ.